ഈ ചപ്പാത്തി വെച്ചിട്ട് പലതരം റോളുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ചപ്പാത്തി ഇതുപോലെ ഒരു പാനിലോട്ട് ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ മുട്ട കുറച്ച് ഉപ്പും ചേർത്തൊന്ന് അടിച്ചെടുത്തതാണ് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ എല്ലാ സൈഡിലോട്ടും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. ഇനി അതൊന്ന് എടുത്തിട്ട് അതൊന്ന് കുക്കായി വരുമ്പോൾ കുറച്ച് മൊസറല്ല ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മൊസറല്ല ചീസിന് പകരം ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഒന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല വേവിച്ചെടുത്ത കോണാണ് കേട്ടോ. അപ്പോൾ ഈ കോണിന് പകരം സവാള ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏത് ഫില്ലിങ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഞാൻ ഫൈനലി കുറച്ച് നമ്മുടെ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ അത് ചേർക്കുന്നുണ്ട്. ഇതാണ് മക്കളെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇതങ്ങോട്ട് ചേർക്കുമ്പോഴത്തേനും ഇത് വേറെ ലെവലാവുകയാണ്. അപ്പം ഈ പീനട്ട് ബട്ടർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് റോളാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് റോളാക്കി എടുക്കാം. ഇതുണ്ടല്ലോ ഒരെണ്ണം കഴിച്ചാൽ മതി. നമ്മുടെ വയറ് നിറയും. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണേ. അപ്പം ഞാനിതിൻ്റെ 2 റോള് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ മോനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അവൻ ആക്രാന്തം പെരുത്തത് മൊത്തം തിന്ന് തീർത്തായിരുന്നു കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി ഒന്ന് എടുത്ത് കഴിച്ച് നോക്കണം. എന്ത് ടേസ്റ്റാന്ന് അറിയുള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്.